അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് MVC ആർക്കിടെക്ചർ, വിച്ച് മീൻസ് മോഡൽ വ്യൂ കൺട്രോളർ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത്. നമ്മളുടെ ഒരു എൻറ്റയർ ആർക്കിടെക്ചർ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മോഡൽ വ്യൂ കൺട്രോളർ, റൈറ്റ്? അപ്പം ഇവിടെ മോഡലും വ്യൂവും കൺട്രോളറും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡലും വ്യൂവും തമ്മിൽ ഞാനൊരു കണക്ഷൻ കൊടുത്തിട്ട് ഇല്ല. എന്തുകൊണ്ടാണ് കണക്ഷൻ കൊടുക്കാത്തത്? ബിക്കോസ് മോഡലും വ്യൂവും ഡയറക്റ്റ്ലി ഉള്ള ഇൻ്ററാക്ഷൻ ഇല്ല. ഓക്കെ, അതെന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ താഴോട്ട് പഠിക്കുന്നതായിരിക്കും. സോ ബേസിക്കലി MVC ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ആപ്ലിക്കേഷൻ, സ്പെസിഫിക്കലി വെബ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറാണ്. ആദ്യത്തെ സെക്ഷൻ നമുക്ക് നോക്കാം. മോഡൽ എന്ന് പറയുന്നത് എന്താണ്? മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ എവിടെ കിടക്കുന്നു, ആ ഡേറ്റനെ ലോജിക്കലി ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ, അവരെയാണ് മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റയെ മെയിൻറ്റെയിൻ ചെയ്യാനും, ഇപ്പോൾ നമ്മൾ ഡേറ്റാബേസിലെ ടേബിൾസ് എന്നൊക്കെ വിചാരിക്കുക. അപ്പം ആ ഒരു ടേബിൾസ് അതൊക്കെ ഡേറ്റ മൊത്തം കിടക്കുന്നത് മോഡൽ സെക്ഷനകത്താണ്. ഓക്കെ, മോഡൽ ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ ഡേറ്റാബേസ്. അതുകൊണ്ട് നമുക്ക് ഡേറ്റയുടെ ഒരു റിസർവ് ആണ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആ ഒരു ഡേറ്റയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോഡലായിരിക്കും യൂസ് ചെയ്യുക. സോ മോഡലിലാണ് ഡേറ്റ ഉള്ളത്. ആ ഡേറ്റയാണ് സ്ട്രെയിറ്റ് ആക്സസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കണക്ഷൻ വരുന്നത്. എങ്ങോട്ട്? ഡേറ്റാബേസിലോട്ട് കണക്ഷൻ വരുന്നത്. ഹെൻസ് ആഡിങ് ഓർ റിട്രീവിങ് ഡേറ്റ വിൽ ബി എ പാർട്ട് ഓഫ് ദി മോഡൽ കമ്പണൻറ്റ്. ഇനി മോഡലിന് തന്നെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മോഡലിന് ആ ഒരു ഡേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവർ മാത്രമേ ഉള്ളൂ. ഈ ഒരു മോഡലിനെ ഇപ്പോൾ ഡേറ്റ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് റിക്വസ്റ്റ് ചെയ്യേണ്ടത് കൺട്രോളറാണ്. കൺട്രോളർ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് മോഡലിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഡേറ്റയുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു മൈ ഡേറ്റാബേസ്, റൈറ്റ്? ഈ ഒരു മോഡലിനെ കണക്ട് ചെയ്യുന്നത് ആരാ? കൺട്രോളറാണ്. സോ കൺട്രോളർ റിക്വസ്റ്റ് കൊടുക്കും, മോഡൽ അത് ഡേറ്റയിൽ മാനിപ്പുലേറ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് കണക്റ്റഡ് ടു ദ ഡേറ്റാബേസ്. അത് കഴിഞ്ഞ് ആ ഒരു റെസ്പോൺസ് തിരിച്ച് കൺട്രോളറിന് വിടും. ഇതാണ് മോഡൽ എന്താണ് ചെയ്യുന്നത്, മോഡലിൻ്റെ വർക്കിങ്ങും എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ ഈ ഒരു സെക്ഷനിലോട്ട് പുതിയൊരു വ്യക്തി വരുവാണ്, ദാറ്റ് ഇസ് വ്യൂ. ഓക്കെ, ഈ വ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി ഡേറ്റ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഈ ഒരു ഡേറ്റ മോഡലുള്ള ഡേറ്റനെ എൻ്റെ യൂസർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ വ്യൂവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഡേറ്റ റെപ്രസെൻറ്റേഷന് നമുക്ക് UI അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ ബേസിസിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ HTML CSS പാർട്ടാണ് നമ്മൾ വ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു വ്യൂ മോഡലുമായിട്ട് യാതൊരു രീതിക്കുള്ള കണക്ഷനും ഇവിടെ പോകത്തില്ല. ഇവിടെ നമ്മൾ വ്യൂ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കൺട്രോളർ ഇപ്പം നമ്മൾ ഇത്രയും കിട്ടി. അപ്പം ഇവിടെ ഇപ്പം എനിക്കിപ്പം എൻ്റെ യൂസർ ഒരു റിക്വസ്റ്റ് പറഞ്ഞു, എനിക്ക് ഇത്രയും ഡേറ്റേനെ മോഡിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് യൂസർ പറഞ്ഞു. എൻ്റെ യൂസറാണ് വ്യൂ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. യൂസർ കൺട്രോളറിന് റിക്വസ്റ്റ് കൊടുത്തു, കൺട്രോളർ മോഡലിന് കൊടുത്തു, ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ചേഞ്ച് ചെയ്തു. മോഡൽ കൺട്രോളറിന് ആ ഒരു ഇൻപുട്ട് തിരിച്ചു കൊടുക്കുന്നു, കൺട്രോളർ വ്യൂവിന് കൊടുക്കുന്നു, വ്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് ബേസിക് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വ്യൂവും മോഡലുമായിട്ടൊരു ലിങ്ക് ഇല്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. സോ നമ്മൾ മോഡൽ കോമ്പണൻറ്റിൻ്റെ ഡേറ്റ തന്നെയാണ് വ്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നതുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല, കൺട്രോളർ വഴി മാത്രമേ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കത്തുള്ളൂ. ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ദ കൺട്രോളർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയായിരുന്നു ഒരു കൺട്രോളറിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ. അപ്പം കൺട്രോളർ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു മെയിൻ മാൻ എന്ന് നമുക്ക് പറയാം. ഒരു കണക്ഷൻ ബിറ്റ്വീൻ ദ വ്യൂ ആൻഡ് ദ മോഡൽ ചെയ്യുന്നത് ഈ കൺട്രോളറാണ്. അപ്പം ഇവിടെ കൺട്രോളറിന് ഡേറ്റ ലോജിക്കോ അല്ലെങ്കിൽ യൂസറിൻ്റെ GUI ഒന്നും അതിലൊന്നും കൺട്രോളർ റെസ്പോൺസിബിൾ അല്ല. മോഡലിനടുത്ത് എന്ത് റിക്വസ്റ്റാണ് കൊടുക്കേണ്ടത്, വ്യൂവിന് എന്താണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ വ്യൂവിന് എന്താണ് കൊടുക്കേണ്ടത് വ്യൂ ഡിസ്പ്ലേ ചെയ്യാൻ എന്നുള്ള കാര്യമാണ് കൺട്രോളർ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താണ് യൂസർ കാണേണ്ടത്, എന്താണ് ഇൻറ്റേർണലി എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കൺട്രോളറാണ്, റൈറ്റ്? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ വ്യൂ കൺട്രോളറിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. സോ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസും ബിസിനസ് ലോജിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. യൂസർ ഇൻ്റർഫേസ് മാനേജ് ചെയ്യുന്നത് വ്യൂവും ലോജിക്ക് മാനേജ് ചെയ്യുന്നത് കൺട്രോളറും ആണ്.
കോമ്പണൻസ് റീയൂസബിൾ ആണ് അല്ലേ, നമുക്ക് പല രീതിക്ക് ഇവരെ പ്ലേസ് ചെയ്യാനും അവരെ റീയൂസ് ചെയ്യാനും വേറൊരു പ്രൊജക്റ്റിലാണ് നമുക്ക് ഇത് തന്നെ എടുത്തിടാനായിട്ട് സാധിക്കും. മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് കൺട്രോളർ ഇസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ മോഡൽ, ഇറ്റ്സ് ജസ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. റിക്വസ്റ്റുകൾ പാസ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ കാര്യമാണ് ഇവരോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇൻഡിപെൻഡൻ്റ്ലി സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് കോംപ്ലക്സിറ്റി ഹൈ ആകാനുള്ള സാധ്യതയുണ്ട്. സ്മോൾ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡേറ്റ ആക്സസ് വ്യൂവിൽ കുറവാണ്. നമുക്കെന്ന് വെച്ചാൽ ആ ഒരു മോഡൽ എന്താണ് ആഗ്രഹിക്കുന്നത്, കൺട്രോളർ എന്താണ് പാസ് ചെയ്യുന്നത്, അത് മാത്രമേ വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദ ഡേറ്റ ആക്സസ് വ്യൂവിന് ഇല്ല. മോഡൽ വ്യൂ കൺട്രോളറിൻ്റെ എന്താണ് പറഞ്ഞാൽ ബ്രീഫ് ചെയ്ത് നമ്മൾ ഇത്രയും പറഞ്ഞതൊന്ന് ചുരുക്കുവാണെന്നുണ്ടെങ്കിൽ, മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്നത് സ്മോൾ കോമ്പണൻസ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനെ സ്മോൾ കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് മോഡൽ വ്യൂ കൺട്രോളർ നമ്മൾ ചെയ്യുന്നത്. സോ ബേസിക്കലി അത് ഡീൽ ചെയ്യുന്നത് ഡേറ്റ വെച്ചും ലോജിക്ക് വെച്ചിട്ടുമാണ്. നമ്മളുടെ മോഡൽ ഡേറ്റയും ലോജിക്കും വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. വ്യൂ ഡിസ്പ്ലേ മാത്രമാണ് ചെയ്യുന്നത്. യൂസറിന് എന്താണ് വേണ്ടതെന്നുള്ള ഡിസ്പ്ലേ മാത്രമാണ് ചെയ്യുന്നത്. കൺട്രോളർ മോഡലിനെയും വ്യൂവിനെയും ബേസിക്കലി ലിങ്ക് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് കൺട്രോളറാണ് ലോജിക്ക് ചെയ്യുന്നതെന്നാണ്. ബിസിനസ് ലോജിക്ക് ചെയ്യുന്നത് മോഡലാണ്, കൺട്രോളർ അല്ല. പ്ലീസ് നോട്ട് ദാറ്റ് അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെ നമ്മൾ മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു മോഡുലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ MVCയിൽ എന്താണ്, വി ആർ ഹാവിങ് മോഡൽ, വ്യൂ ആൻഡ് കൺട്രോളർ. മോഡൽ ഡേറ്റ ലോജിക്ക് അല്ലെങ്കിൽ ലോജിക്ക് ഹാൻഡിൽ ചെയ്യും. വ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യും. കൺട്രോളർ എന്ന് പറയുന്നത് ഡേറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യാണ് ബിറ്റ്വീൻ മോഡൽ ആൻഡ് ദി വ്യൂ. സോ ദാറ്റ് ഈസ് ഹൗ MVC is working.